അത്ര മെച്ചമായിരുന്നില്ല ഭരണം എട്ടാം വാർഡിലെ. കാരണം ജനങ്ങൾക്ക് ആ ഭരണത്തോട് അതൃപ്തിയുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഒത്തിരി ജനങ്ങൾ അവിടുത്തെ ആ വാർഡിലുള്ള ആളുകൾ വെളിവാക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാനൊരു പുതിയ ആളല്ല. എല്ലാ വർഷവും എല്ലാ ഇലക്ഷനുകളും ഞാൻ വീടാന്തരം കയറി ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. കണ്ടിൽ പൊടിയിടുന്ന രീതി ഞാൻ നാളെ കയറി ഇതെല്ലാം അങ്ങ് ശരിയാക്കി കളയുമെന്ന് പറയുന്നത് വെറും വിഡ്ഢിതമാണ് പറയുന്നതൊക്കെ. ഞാനിതങ്ങ് ചെയ്ത് ഞാൻ നാളെ കയറി കഴിഞ്ഞ് ഉടനെ ഇവിടുത്തെ ബ്ലോക്ക് മാറ്റുമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല അവർക്കുണ്ട്. അത് വെറുതെ അത് ജനങ്ങളുടെ ഇപ്പോൾ പറയുന്ന ഒരു വോട്ട് മേടിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്തെങ്കിലേ അതൊക്കെ വരുന്നത്. അത് PWDയുടെ കയ്യിലിരിക്കുന്ന കാര്യം ഒരു കൊട്ട മണ്ണ് പോലും നമുക്ക് ഈ വഴിയിടാനുള്ള നിയമമില്ല പഞ്ചായത്തിന്. അത് അങ്ങനെ വരാനുള്ള കാര്യം ഇവിടുത്തെ ചില തൽപര കക്ഷികളാണ്. അവർക്ക് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊന്നും. ഇത് മുൻപോട്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അവരെ സംബന്ധിച്ച് അത് നോക്കേണ്ട കാര്യമില്ല. മീൻസ് അവർക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ രീതിയിലുള്ളൊരു ഇതായിട്ട് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. എൻ്റെ പേര് രവി. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ എട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല. എട്ടാം വാർഡിലത്തെ നിലവിലുള്ള ഭരണം, അതായത് ഇപ്പം 5 വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു? അത്ര മെച്ചമായിരുന്നില്ല ഭരണം എട്ടാം വാർഡിലെ. കാരണം ജനങ്ങൾക്ക് ആ ഭരണത്തോട് അതൃപ്തിയുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഒത്തിരി ജനങ്ങൾ അവിടുത്തെ ആ വാർഡിലുള്ള ആളുകൾ വെളിവാക്കുന്നുണ്ട്. നിലവിലിപ്പോൾ പ്രചരണം തുടങ്ങിയോ? പ്രചരണം തുടങ്ങി. എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണ്. കാരണം എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ബന്ധുക്കളും മറ്റുള്ള ആളുകളുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാനൊരു പുതിയ ആളല്ല. എല്ലാ വർഷവും എല്ലാ ഇലക്ഷനുകളും ഞാൻ വീടാന്തരം കയറി ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. നല്ല രീതിയിൽ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാവരും തന്നെ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിലാണ് എല്ലാവരും സംസാരം. അപ്പോൾ ജനങ്ങൾ ഇനി മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ പോയപ്പോൾ? തീർച്ചയായിട്ടും ജനങ്ങൾ ഇപ്പോൾ അതായത് എല്ലാ വിലക്കയറ്റം അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. എന്തൊക്കെ നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിന് അവൻ്റെ ആ കൂലി കൊണ്ട് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വിലക്കയറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. പെട്രോളിലാണെങ്കിലും ഡീസലിലാണെങ്കിലും മറ്റു നിത്യോപയോഗ സാധനങ്ങൾക്കാണെങ്കിലും അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ ഉള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി അടുത്ത ഏത് ഗവൺമെൻറ് വരും, അല്ലെ പഞ്ചായത്തിൽ തന്നെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു മുന്നണി ഭരണം, ആ ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. മൗനമായിട്ടാണെങ്കിൽ കൂടി ജനങ്ങളുടെ ഉള്ളിൽ പറയുന്ന അതാണ്, പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ അടുത്ത നിയമസഭയിലേക്കുള്ളതിൻ്റെ അറിയാൻ സാധിക്കും. കാര്യം ഇനിയിപ്പം പഞ്ചായത്തുകളൊക്കെ ആണെങ്കിൽ LDFൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇപ്പോൾ നിലവിലെ 5 വർഷം LDF ആയിരുന്നു കല്ലറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങളും അഴിമതികളും നടന്നിട്ടുണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംസാരവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളങ്ങനെ പറയുന്നുണ്ടേ ഉണ്ടാവും, ഇല്ലാതെ വെറുതെ പറയത്തില്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതെ അവർ പറയത്തില്ല. കാരണം ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയും പിന്നെ ഏതൊരു പണ്ടൊക്കെ ഉള്ള പോലെയല്ല, ഇന്നിപ്പോൾ ഏതൊരു പത്രമാധ്യമങ്ങൾ കൂടെയും ആളുകൾക്ക് അറിയാൻ പറ്റും. കാരണം വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഓരോരുത്തരുടെ സംസാരം, പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ജനങ്ങളോടുള്ള ഇടപെടലുകൾ, അതുപോലെ ഓരോ പാർശ്വവൽക്കരിക്കപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ജനങ്ങൾക്ക് എല്ലാ കാര്യത്തോടും അതൃപ്തിയായിരിക്കും. ആ അതൃപ്തി ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷന് അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ള അതിന് യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും UDF മുന്നണി തന്നെ ഈ പ്രാവശ്യം അധികാരത്തിൽ വരും. ഇപ്പോൾ നമ്മുടെ UDF മുന്നണി അധികാരത്തിൽ, ഇപ്പോൾ UDFൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമായി ജനങ്ങൾ പറയുന്നത് അവർക്കിടയിൽ ഒരു മുഖ്യമന്ത്രി തർക്കം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് വിശ്വസിക്കുന്നുണ്ട്? അതൊന്നും ബാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രശ്നമൊന്നും ഇതിൽ ബാധിക്കുന്നില്ല. നേരത്തെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അതിൻ്റെ സ്ഥാനത്ത് UDFന് ഭരണം കിട്ടിക്കഴിയുമ്പോഴത്തേന് നല്ല രീതിയിൽ നല്ല യോഗ്യതയുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. UDFനിടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അത് ഈ രാഷ്ട്രീയക്കാർ തമ്മിൽ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതായത് തങ്ങളുടെ അകത്തുള്ള അന്തർചിത്രങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി UDFൻ്റെ അകത്തോട്ട് കയറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അല്ലാതെ വേറൊരു കാര്യമില്ല അതിനകത്ത്. UDFന് തീർച്ചയായിട്ടും നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവും, നല്ല ഭരണം ഉണ്ടാവും, അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം
നിലവിൽ നമ്മൾ UDF വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് കല്ലറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കല്ലറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ, കർഷകരാണ് ഏറ്റവും കൂടുതൽ. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ട നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭരണമായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഈ UDF ഭരണസമിതി വന്നാൽ ചെയ്തു കൊടുക്കും. കർഷകർക്ക് അവർക്ക് നെല്ലിൻ്റെ വില കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ വിത്ത്, വളം, അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നല്ലൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മുടെ ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടനുബന്ധിച്ച് ആ ഒരു സമയത്ത് നമ്മുടെ പിണറായി സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളും ഒക്കെ പുനഃക്രമീകരിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഏത് സമയത്ത് തിരഞ്ഞെടുപ്പ്, ഏത് കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നാലും അപ്പോൾ ആ ഗവൺമെൻറ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കും. അത് ചിലപ്പോൾ പേപ്പറിൽ ഒതുങ്ങിപ്പോവും. ഇത് സാമ്പത്തികമായിട്ട് സർക്കാരിനുണ്ടോ അല്ല മറ്റ് ഘടകങ്ങൾ ഇതിനെ ബാധിക്കുമോ എന്നൊന്നും അവർ നോക്കാറില്ല. അവർക്ക് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണിതൊന്നും. ഇത് മുൻപോട്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അവരെ സംബന്ധിച്ച് അത് നോക്കേണ്ട കാര്യമില്ല. മീൻസ് അവർക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആ രീതിയിലുള്ളൊരു ഇതായിട്ട് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ അല്ലാതെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നങ്ങളും PM ശ്രീ വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് LDFനെ പൂർണ്ണമായും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ അത് പഞ്ചായത്തുകളിൽ നിന്നും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ നിന്നുമൊക്കെ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പറ്റിയൊരു അവസ്ഥയായിരുന്നു. ഒരു കിറ്റ് കൊടുത്തപ്പോഴത്തേന് ജനങ്ങളതങ്ങ് ഇതായിപ്പോയി. ആ കിറ്റിൽ കൊടുത്ത വോട്ടാണ് ഈ വന്ന കാര്യങ്ങളെല്ലാം. അപ്പം അതിൽ ജനങ്ങൾ ആകെപ്പാടെ നല്ല ബുദ്ധിമുട്ടിലാണ്. ഈ രണ്ടാമതും പിണറായി സർക്കാർ വന്നപ്പോഴത്തേന് ജനങ്ങൾ മാനസികമായിട്ടും എല്ലാ രീതിയിലും തൊഴിൽപരമായിട്ടും തൊഴിൽ മേഖല ഇപ്പോൾ നോക്കുക, നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ഒരു കടയിലൊരു ബിസിനസ് പോലും നടക്കുന്നില്ല. ആളുകൾക്ക് പണിയില്ല, ബിസിനസ് നടക്കുന്നില്ല. അങ്ങനെ വിവിധങ്ങളായ എല്ലാ മേഖലകളിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ളത്. ഈ രണ്ടാം പിണറായി സർക്കാർ വന്നിട്ടുള്ളൂ. എല്ലാവരും മനസ്സാ ശപിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരു ബിസിനസ്സോ മറ്റു സ്ഥാപനം, ഏത് സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിയോ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും ഇല്ല, വർക്കില്ല, അകപ്പാടെ അവരുടേതായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. പിന്നെ ക്ഷേത്രങ്ങളിലെ ഇപ്പോൾ പറഞ്ഞില്ലേ, ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയി, അതൊക്കെ വളരെ എന്താ പറയുന്നത്, അതൊക്കെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ജനങ്ങളായിട്ട് ഭഗവാന് നേർച്ച വെച്ച കാര്യങ്ങൾ അത് ഈ ദേവസ്വം ബോർഡൊക്കെ ഭരിക്കണ കുറച്ച് നല്ല വെളിയുള്ളവരും അതായത് ഈശ്വരഭക്തി ഉള്ളവരും ഒക്കെ ഇരുന്നാൽ മതി. സത്യത്തിൽ വെറുതെ കയറി ഒരേ സ്ഥാനത്തിരുന്നിട്ട് അവിടെ ഇരുന്ന് അവിടെയുള്ള സാധനങ്ങൾ കട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേൾക്കാത്തൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് പോകുന്ന ക്ഷേത്രത്തിൽ ഇതുപോലൊരു ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടാന്നേ പറയാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ കാരണം ഇത് സർക്കാർ അറിയാതെ ഒരു കാര്യവും നടക്കില്ല. ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ല, ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കൂട്ടാളികളായിട്ടുള്ള വേറെ ആളുകളുണ്ട് അതിനകത്ത്. അതില്ലാതെ ഒന്നും ചുമ്മാതെ ഒരു ഇതുപോലെ ശബരിമല പോലെ ഒരു വലിയ പ്രശസ്തിയായ ക്ഷേത്രത്തിൽ ഇതുപോലെ നടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ല അതിനകത്ത് പെട്ടിരിക്കുന്നത്, മറ്റ് ആളുകളുമുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെയും ഭക്തരുടെയും അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ 8ാം വാർഡ് സ്ഥിതി ചെയ്യുന്നത് 8ാം വാർഡിനോടനുബന്ധിച്ചൊക്കെ വരും കല്ലറ ജംഗ്ഷനൊക്കെ. അപ്പോൾ ജംഗ്ഷനിലെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അവിടെ ബ്ലോക്ക്. നമുക്കറിയാം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഏറ്റവും കൂടുതൽ ആംബുലൻസുകൾ കടന്നു പോകുന്ന ഒരു പാതയാണത്. അപ്പോൾ അവിടുത്തെ ഒരു വികസനം എന്നുള്ളത് ജനങ്ങൾക്ക് ഇനിയെങ്കിലും അത് സ്വപ്നം കാണുന്നതിലൊരു പ്രതീക്ഷ ഉണ്ടാകുമോ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള എല്ലാ സംവിധാനവും ആ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്തിരിക്കും. കാരണം നമുക്കിപ്പോൾ ഓടിച്ചെന്ന് പഞ്ചായത്തിൻ്റെ കൈകളിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല അത് PWD ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ PWD ധരിപ്പിക്കുകയും സർക്കാരിനെ ധരിപ്പിച്ച് അതിന് വേണ്ട മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഇപ്പോൾ നിലവിൽ ഈ 5 വർഷം LDF ഭരിച്ചപ്പോൾ അതിന് അവർ ഓരോ എക്സ്ക്യൂസുകൾ പറയുന്നുണ്ട്, ഓരോ തടസ്സങ്ങളാതൊക്കെ. അപ്പോൾ അതൊരു തടസ്സം തന്നെയാണോ അതോ എന്താണ് അവിടെ സംഭവിച്ചത്? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? അത് ആദ്യം ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി വേണം. അതായത് അവിടെ അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് പിന്നോട്ട് അതിൻ്റെ പിന്നിലോട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്, കാരണം അതൊക്കെ ഈ സമയത്ത് പറയുന്നത് വളരെ മോശമായിരിക്കും. അത് അങ്ങനെ വരാനുള്ള കാര്യം ഇവിടുത്തെ ചില തൽപര കക്ഷികളാണ്.
അപ്പോൾ അവരെല്ലാം ഈ കൂടെ ഉണ്ട്, അവരൊന്ന് ചിന്തിച്ചാൽ മതി. അതങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ കല്ലറ ചന്തയ്ക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നല്ല രീതിയിൽ വാഹനങ്ങൾ സുഗമമായിട്ട് വന്ന് സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ കണ്ടിൽ പൊടിയിടുന്ന രീതി ഞാൻ നാളെ കയറി ഇതെല്ലാം അങ്ങ് ശരിയാക്കി കളയുമെന്ന് പറയുന്നത് വെറും വിഡ്ഢിതമാണ് പറയുന്നതൊക്കെ. ഞാനിതങ്ങ് ചെയ്ത് ഞാൻ നാളെ കയറി കഴിഞ്ഞ് ഉടനെ ഇവിടുത്തെ ബ്ലോക്ക് മാറ്റുമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല അവർക്കുണ്ട്. അത് വെറുതെ പറയാം. അത് ജനങ്ങളുടെ ഇപ്പോൾ പറയുന്ന ഒരു വോട്ട് മേടിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊക്കെ വരുന്നത്. അത് PWDയുടെ കയ്യിലിരിക്കുന്ന കാര്യം. ഒരു കൊട്ട മണ്ണ് പോലും നമുക്ക് ഈ വഴിയിടാനുള്ള നിയമമില്ല പഞ്ചായത്തിന്. അത് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഈ കുഴിയൊക്കെ ഉണ്ടായപ്പോഴത്തേന് മണ്ണ് കത്തിയപ്പോഴത്തേന് അവിടുന്ന് പ്രശ്നമായി. കുഴിയൊക്കെ കത്തിയപ്പോഴത്തേന് മണ്ണ് മിറ്റിലിട്ടപ്പോഴത്തേന്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ അതിന് വേണ്ട നടപടികൾ സർക്കാരിനെ ധരിപ്പിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ 8ാം വാർഡിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിജയിച്ച് വരികയാണെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 8ാം വാർഡിൽ വിജയിച്ച് വരുവാണെങ്കിൽ നമ്മളവിടെ തൊഴിലുറപ്പുകാരുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കും. അതുപോലെ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തും. പിന്നെ അവിടെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 8ാം വാർഡ് ഇപ്പോൾ കല്ലറ പഞ്ചായത്ത് തന്നെ കാർഷിക മേഖലയാണ്. അവിടെ കൂടുതലും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളാണ് കൂടുതൽ. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അവരെ അതിനോട് പ്രോത്സാഹിപ്പിക്കും. പിന്നെ പൊതുവായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കല്ലറ പഞ്ചായത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇപ്പം ആവശ്യത അനുഭവിക്കുന്ന രോഗികൾക്ക് അവരെ ഹോസ്പിറ്റലിൽ രാത്രിയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടാണ് ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. കാര്യം എല്ലാ വീട്ടിലും വണ്ടി ഉണ്ടായിരുന്നു. വണ്ടികളില്ലാത്ത, അതായത് ഒരു കിടപ്പ് രോഗിയെ കൊണ്ടുപോകാനായിട്ട് പോലും സൗകര്യമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ കല്ലറ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മളൊരു ആംബുലൻസ് സൗകര്യമൊക്കെ ഏർപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതൊക്കെ UDF ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടാക്കും. അപ്പോൾ എന്തായാലും ഒരു നല്ല മാറ്റം 8ാം വാർഡിനും അതോടൊപ്പം കല്ലറ പഞ്ചായത്തിലുമൊക്കെ UDF ഭരണത്തിൽ വരികയാണെങ്കിൽ മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അങ്ങനെ ഒരു മാറ്റം സംഭവിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.